ആ മനുഷ്യനെ പോലത്തെ ഒരു മനുഷ്യനെയൊക്കെ ലൈഫിൽ കിട്ടുകയാണെങ്കിൽ ഭാഗ്യം ചെയ്യണം ഇല്ലേ? ഒരു ഭയങ്കര ജെനുവൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അനുമോളുടെയും അനീഷിൻ്റെയും വിഷയം തന്നെ. എന്തിനാണ് അനുമോൾ ഇങ്ങനെ ഈ ഒരു വിഷയം എല്ലായിടത്തും പോയി റിപ്പീറ്റഡ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ഓൾറെഡി സംസാരിച്ച് ക്ലോസ് ചെയ്തൊരു വിഷയം പിന്നെയും അനുമോൾ സംസാരിക്കുന്നത് അത്ര ശരിയുള്ളൊരു ഏർപ്പാടല്ല. ഇങ്ങനെ സംസാരിക്കുമ്പം അനുമോൾക്ക് തന്നെയായിരിക്കും അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. ഞാൻ ആ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറെ ഒന്ന് രണ്ടൂന്ന് ക്ലിപ്പിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അനീഷ് ഈ ഒരു വിഷയം കിച്ചണിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് അനുമോളുടെ മുന്നിൽ വെച്ചിട്ടാണ് നെവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഒരാൾക്ക് ഒരു ഇഷ്ടം വന്നു, ഒരാൾക്കൊരു ഇഷ്ടം വന്നു. കേൾക്കാൻ നല്ല രസമാണ്. ഒരാൾക്ക് ഒരു ഇഷ്ടം വന്നു. ആ ഇഷ്ടം മറ്റേ ആളോട് ആരോടാണോ തോന്നിയത് ആ ആളോട് തുറന്നു പറഞ്ഞു. ഇവിടെ അനീഷ് പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ? അതായത് പുള്ളിയുടെ മനസ്സിൽ തോന്നിയ ഒരു ഇഷ്ടം, ആ സ്നേഹം പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞു. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അത് മേ ബി അത് റിജക്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാതിരിക്കാം. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ എടുക്കേണ്ട തീരുമാനങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ. പക്ഷേ പുള്ളിയുടെ മനസ്സിലുള്ളൊരു സ്നേഹം ഇഷ്ടമാണ് പുള്ളിക്കാരൻ ഇവിടെ തുറന്നു പറഞ്ഞത്. അതിനെപ്പറ്റിയാണ് പുള്ളി സംസാരിച്ച് വരുന്നത്. മനസ്സിലായോ? അല്ല, അത് വളരെ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് തുറന്നു പറഞ്ഞത്. പക്ഷെ എതിർഭാഗത്തിന് അത് ചിലപ്പോൾ അംഗീകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കാര്യത്തെയും ബഹുമാനിക്കണം. യെസ്, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അഭിപ്രായം കൂടി നമ്മളത് റെസ്പെക്റ്റ് ചെയ്യണം. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞത്. അതായത് അനീഷ് പ്രപ്പോസ് ചെയ്ത സമയത്ത് അനുമോൾ കുറേ കാര്യങ്ങൾ അനുമോളുടെ ലൈഫിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്നും പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റാതെ അനീഷ് ഇന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ചെയ്തതിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞത്. കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ മാനിക്കേണ്ടതാണ്. പക്ഷേ അനീഷിന് ഇപ്പം അത് ആ ഒരു റിയലൈസേഷൻ വന്നു. ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ അഭിപ്രായങ്ങളും ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത്രേ ഉള്ളൂ. നമ്മൾ കുറച്ച് പ്രണയഗാനങ്ങൾ പാടുന്നോണ്ട് കുഴപ്പമുണ്ടോ? ആ ഒരു കാര്യം അവിടെ തീർന്നല്ലോ. പക്ഷെ ഞങ്ങള് നിങ്ങൾക്ക് അത് തീർന്നില്ല, പക്ഷെ എനിക്കത് തീർന്നിട്ടില്ല. ആ ഒരു വിഷയം അവിടെ തന്നെ തീർന്നു. പിന്നെയും ഈ ഒരു വിഷയം ഇവിടെ കുത്തിപ്പൊക്കി ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ആരാണ്? അനുമോളാണ്. സോ അനുമോൾ ഇനിയെങ്കിലും ഈ ഒരു വിഷയം കഴിവതും സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ അനുമോളുടെ സപ്പോർട്ടേഴ്സിൻ്റെ അടുത്തും കൂടി പറയുവാണ്, നിങ്ങളും അനാവശ്യമായിട്ട് പോയിട്ട് ഓരോ കമൻറ്റുകൾ ഇടാനും വീണ്ടും ഈ ഒരു വിഷയം കുത്തിപ്പൊക്കാനും അത് നിൽക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം ഇത് ഭയങ്കര മോശമാണ്. അനുമോൾ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ശരിക്കും ഈ ഒരു വിഷയം ഇപ്പം ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. അനീഷ് കണ്ടില്ലേ, വളരെ മാന്യമായിട്ട് പുള്ളിക്കാരൻ ആ ഒരു വിഷയം ക്ലോസ് ചെയ്തു. അയാൾ അവിടെ കളഞ്ഞു ആ ഒരു കാര്യം. പക്ഷെ പിന്നെയും ഇത് പോയി പല സ്ഥലങ്ങളിലും രാത്രി കിടക്കാൻ നേരത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചെന്നിരുന്ന് സംസാരിക്കുമ്പം പുറത്ത് ഇതൊരു കോണ്ടന്റ് ആയിട്ട് മാറുവാണ്. കാരണം അനീഷ് ചേട്ടന് ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ കണ്ടേക്കുന്നത്. അപ്പം അനീഷ് ചേട്ടൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള ഒരുത്തികൾ ഇവിടെ കഴിയണ്ട. അനീഷ് ചേട്ടൻ ആർമിക്ക് ജയ്, അനീഷ് ചേട്ടൻ ആർമിക്ക് ജയ്. അങ്ങനെയൊന്നും പറയരുത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ആരോടാണ് നമുക്ക് എപ്പോഴാണ് ഇഷ്ടം തോന്നുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് തോന്നി വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴാണ് വേറൊരാളോട് ഇഷ്ടം തോന്നുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തി ഈ ഒരു ഷോയിൽ ചെന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ പെണ്ണുങ്ങളുടെ ഒന്നും മുഖത്ത് പോലും നോക്കാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഗ്രാജുവലി ഇവരുമായിട്ടൊക്കെ ഇടപെട്ട് ഭയങ്കരമായിട്ട് അടുത്ത് ക്ലോസ് ആയ സമയത്ത് പുള്ളിക്കാരൻ്റെ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടമാണ്. അതാണ് പറഞ്ഞത്, ആർക്കും ആരോടെ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ഇഷ്ടം തോന്നാം. അതിനെ പറ്റിയിട്ടാണ് അനീഷ് സംസാരിക്കുന്നത്. പറഞ്ഞു പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് പറഞ്ഞത്, അംഗീകരിച്ചില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അതവിടെ തീർന്നു. ഇനി ആ വിഷയം വീണ്ടും പോസ്റ്റ്മോർട്ടം പിന്നെയും ആ വിഷയം എടുത്തിട്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനകത്തോട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ അതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോളാണ്. അനുമോൾ കഴിവതും ഈ ഒരു വിഷയം ചർച്ച ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇനി നല്ല രീതിയിലുള്ള നെഗറ്റീവ് അനുമോൾക്കായിരിക്കും ഉണ്ടാവുന്നത്. കാര്യം ഓഡിയൻസ് ഇത് കംപ്ലീറ്റ്ലി തിരിയും. ജനങ്ങൾക്ക് തന്നെ തോന്നും ഇവൾക്ക് എന്തിൻ്റെ കേടാണ്, ഇവൾ പിന്നെ എന്തിനാണ് വന്ന് സംസാരിക്കുന്നത്, ആ മനുഷ്യൻ സംസാരിച്ചിട്ട് പോയതല്ലേ, ഇവൾക്ക് നാണമില്ലേ എന്നൊക്കെ രീതിയിൽ പല രീതിയിലുള്ള കമൻസ് വരും. പലരുടെയും മനസ്സിൽ അനുമോളോടൊരു വെറുപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി പറയണത്, പിന്നെയും എന്തിനാണ് ഈ പുള്ളിക്കാരത്തി സംസാരിക്കുന്നതെന്ന്. കാര്യം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ട് അത് അനുമോൾക്ക് പറയാനായിട്ടുള്ള റീസൺസ് ഉണ്ട്, ഇതാന്നൊക്കെ. പക്ഷേ എന്ത് റീസൺസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കണം, ഓപ്പോസിറ്റും ഒരാളുണ്ട്, അയാൾക്കും ഒരു ലൈഫുണ്ട്. പിന്നെയും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെല്ലാം വളരെ പുച്ഛിക്കുന്ന രീതിയിലോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് രാവിലെ പുറത്തിരുന്നിട്ട് ആദിലയുടെ നൂറയുടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അനീഷ് എന്തോ സംസാരിച്ചിട്ട് പോകുന്നതിൻ്റെ പുറവിലാണ് നൂറ കുറേ കാര്യങ്ങൾ സംസാരിച്ചത്. നൂറ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി വരെ നൂറ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടാൻ ഭയങ്കരമായിട്ട് ഭാഗ്യം ചെയ്യണം. കാര്യം അയാൾ ജെന്യുവൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്.
എന്നൊക്കെ തരത്തിൽ നൂറ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം നൂറയുടെയും ആദിലയുടെയും പല കാര്യങ്ങളിനകത്തോട്ട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നൂറ ചില സമയത്ത് പറയുന്ന കാര്യങ്ങൾ ഭയങ്കര കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് ആ രാവിലത്തെ കോൺവെർസേഷൻ ഒന്ന് കേൾക്കാം. ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ പോലത്തെ ഒരു മനുഷ്യനെയൊക്കെ ലൈഫിൽ കിട്ടുകയാണെങ്കിൽ ഭാഗ്യം ചെയ്യണം. ഇല്ലേ? ഒരു ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. കേട്ടില്ലേ? അതായത് ആ മനുഷ്യനെ പോലെ ഒരാളെ ലൈഫിൽ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. അയാൾ വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. സത്യമാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് അനിമോൾ വീണ്ടും ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അനിമോൾക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഞാനിവിടെ അനിമോളെ ഞാൻ ഒരുപാട് കുറ്റം പറയുന്നില്ല. മേ ബി പുള്ളിക്കാരത്തിയുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കാണുമായിരിക്കാം. പക്ഷേ അയാളെ കംപ്ലീറ്റ്ലി ആക്ഷേപിക്കുന്ന ഒരു രീതിയിലോട്ട് പോകും. കാര്യം ഈ ഒരു കോൺവെർസേഷനകത്ത് നൂറ പറയുന്നുണ്ട് അനിമോളുടെ ഉള്ളിൽ ലൈഫ് പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം എന്ന് ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ടെന്ന്. അതായത് മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട്, എനിക്ക് ആ കെട്ടാൻ പോകുന്ന ചെറുക്കൻ എങ്ങനെ ഇരിക്കണം, അവൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഒരുപാട് പ്രതീക്ഷകളുണ്ടെന്ന്. അപ്പം പുള്ളിക്കാരത്തിയുടെ മനസ്സിലുള്ള ഒരു പയ്യനെ അല്ല ഈ പറയുന്ന അനീഷ്. അതായത് അനീഷിനെ ഒരിക്കലും ലൈഫ് പാർട്ട്ണറായിട്ട് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല അനിമോൾക്ക്. അതാണ് ഒരു സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം പിന്നെയും പുള്ളിക്കാരത്തി ഇത് ഇവരുടെ ഇടയിൽ വീണ്ടും ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ജനങ്ങൾ എന്തോ ചിന്തിക്കും? എല്ലാവരും അനിമോളെ അല്ലേ കുറ്റം പറയത്തുള്ളൂ, അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലെന്ന് എനിക്കറിയാൻ വയ്യാത്തത്. അതാണ് ഇന്നലെ അനു ഇങ്ങനെ റിലേഷൻഷിപ്സിനെയൊക്കെ പറ്റി പറയാം. അനു പറയാം എനിക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, എൻ്റെ മനസ്സിലൊരാളുണ്ട്. ഒരാളുണ്ട് മീൻസ് കോൺസെപ്റ്റ് ഉണ്ട് ഒരാളെ പറ്റിയിട്ട്, അവളെ പാർട്ട്ണറിനെ പറ്റിയിട്ട്. അപ്പോൾ അതൊന്നും ഒരു മാച്ച് ചെയ്യുന്നില്ല ഈ പുള്ളിനെ വെച്ച് നോക്കുമ്പോൾ. തീർച്ചയായിട്ടും. അതായത് ഒട്ടും മാച്ചിങ് അല്ലാത്ത ഒരു വ്യക്തി, അതിൻ്റെ പേരിൽ മാത്രമാണ് അനുമോൾ ഈ ഒരു വിഷയം റിജക്റ്റ് ചെയ്തത്. അതുകൊണ്ടായിരിക്കും ഈ ഏജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും എടുത്തേക്ക്. പിന്നെ പുള്ളിക്കാരത്തിയുടെ മനസ്സിൽ വേറെ പല കാര്യങ്ങളൊക്കെ കാണുമായിരിക്കാം. പക്ഷേ എന്ത് തന്നെ ആയാലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അയാൾ ഭയങ്കര ജെനുവിനായിട്ടൊരു മനുഷ്യനാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു മനുഷ്യനെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇയാളെ എല്ലാവരും എതിർത്ത് സംസാരിച്ച സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം അയാളുടെ ഒരു ജെനുവിനിറ്റിയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്, അല്ല വേറെ ഒന്നുമല്ല. അതിനിപ്പം PR വർക്കാണ്, മറ്റേതാണ്, തേങ്ങയാണ്, എനിക്ക് അതിനകത്തോട്ടൊന്നും എനിക്ക് വിശ്വാസമില്ല. നമുക്കൊരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഷോയിൽ 24/7 കാണുമ്പോഴത്തേക്ക് പകുതി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരാൾ ജെനുവിൻ ആണോ അല്ലയോ എന്ന്. അപ്പം അങ്ങനെ നമുക്ക് എല്ലാവർക്കും തോന്നിയൊരു ഇഷ്ടമാണ് അനീഷിനോട്. അപ്പോൾ ആ ഒരു ജെനുവിനിറ്റിയും കാര്യങ്ങളും ഒക്കെ അനിമോൾക്ക് അത് മനസ്സിലായില്ല, അത്രയേ ഉള്ളൂ. അനിമോൾക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരാളെ കിട്ടാനായിട്ട് ഭാഗ്യം ചെയ്തില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇത്ര ജെനുവിനായിട്ടൊക്കെ ഉള്ളൊരു പാർട്ട്ണറെ ഇന്നത്തെ കാലത്ത് കിട്ടാനാണ് ഏറ്റവും ഭയങ്കര പാട്, അല്ലേ? ആരെ വിശ്വസിച്ച് ആരെ കല്യാണം കഴിയുമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ടാണ് ഓരോരുത്തരുടെയും ലൈഫൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ കാലത്തൊക്കെ ഇത്രയും ജെനുവിനായിട്ടുള്ള ഒരു മനുഷ്യനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം ചെയ്യണം എന്നുള്ള രീതിയിൽ നൂറ പറയുന്നുണ്ട്. അത് വളരെ സത്യമാണ് നൂറ പറയുന്നത്. നൂറ മാത്രമല്ല, ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം കൂടി തന്നെയാണത്. കാര്യം ഇന്നത്തെ കാലത്ത് നല്ലൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണത്. എല്ലാവർക്കും അങ്ങനെയാണത്. കാര്യം നമ്മൾ എത്രയോ കേസസ് നമ്മൾ കാണുന്നതാണ്. ഓരോ കേസൊക്കെ നിങ്ങൾ രാവിലെ നമ്മൾ എണ്ണീറ്റ് ന്യൂസ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ പല കേസുകൾ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ബാക്കിയൂടെ കാണാം. പുള്ളിനൊരിക്കലും ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് ഇവർക്ക് കാണാൻ പറ്റൂല. അപ്പോൾ ഇവൾ പറയാണ് പുള്ളി നല്ല മനുഷ്യനൊക്കെ തന്നെ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അപ്പോൾ ഓക്കെന്താണ് ഭയങ്കര ഇനിയിപ്പം ഫ്യൂച്ചറിലാണെങ്കിലും അങ്ങനത്തെ ഒരു കല്യാണമൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ലോയലായിട്ടുള്ള ഒരാൾ വേണം. അത് ഓക്ക് വരും എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. ഓക്കെ, അതായത് വളരെ ജെനുവിനായിട്ടുള്ള ലോയലായിട്ടുള്ള ഒരാളെ ലൈഫ് പാർട്ട്ണറായിട്ട് വേണം. ഞാനായിട്ട് അങ്ങോട്ട് തേടി പിടിച്ച് പോകുന്നില്ല, അത് നേരെ എൻ്റെ അടുത്തോട്ട് തന്നെ വരും എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓൾറെഡി അനുമോൾക്കൊരു പാസ്റ്റ് ഒക്കെ ഉള്ളതാണ്. പുള്ളിക്കാരത്തേക്ക് നല്ല രീതിയിൽ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഇഷ്യൂസും പുള്ളിക്കാരത്തിലുള്ള ലൈഫിലുണ്ട്. അപ്പം പുള്ളിക്കാരത്തേക്ക് അതുപോലെ ഒരു നല്ലൊരു പാർട്ട്ണറെ കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ പറയാനൊന്നുമില്ല. കാര്യം പുള്ളിക്കാരത്തിയുടെ കണ്ണിൽ ഈ പറയുന്ന അനീഷ് ഒരു ജെനുവിനായിട്ട് തോന്നി കാണത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് റീസൺസ് കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഇവിടെ ഒരു ബൗണ്ടറി വെക്കണമായിരുന്നു അനീഷിൻ്റെ അടുത്ത്. ഇത്ര ഓവർ ആവാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം ഇതാണ്. കുറച്ച് ബൗണ്ടറി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വെറുതെ ഇപ്പോൾ ആവശ്യമില്ലാത്ത ഈ ഒരു ചീത്തപ്പേര് കേൾക്കേണ്ട ഒരാവശ്യവും നിങ്ങൾക്ക് വരത്തില്ലായിരുന്നു. കാര്യം നിങ്ങളായിട്ട് തന്നെ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം ഇതൊരു റിയാലിറ്റി ഷോയാണ്. ഈ റിയാലിറ്റി ഷോയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കും. ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യാൻ റെഡിയായിട്ട് തന്നെയാണ് പല കണ്ടസ്റ്റൻസും ആ ഒരു ഷോയിലോട്ട് പോകുന്നത്. അപ്പം ഇനി ഇതിനെ പറ്റിയിട്ടൊന്നും മറുതായിട്ട് സംസാരിച്ചിട്ടും എടുത്തിട്ടും കാര്യമൊന്നുമില്ല. കഴിവതും അനുമോളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളായിട്ട് തന്നെ നാണം കടത്തേയുള്ളൂ. എനിക്ക് എത്രേ പറയാനുള്ളൂ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ഇപ്പോഴത്തെ കാലത്ത്
ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ജെന്യുവൻ ആയിട്ടുള്ള പാർട്ട്ണറിനെയൊക്കെ കിട്ടുക, ജീവിതകാലം മുഴുവൻ നമ്മളെ കൂടെ നിൽക്കാൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു എന്താ പറയാ, നമ്മൾ വലിയ കോടിക്കണക്കിന് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമല്ലേ, അതുപോലെയാ. അതിനേക്കാളും അപ്പുറം അല്ല, അതുപോലെയൊക്കെയാണ് പറയുമ്പോ, മനസ്സിലായോ? ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ കിട്ടൂല. കിട്ടിയാലെന്നെ ഭാഗ്യം എന്ന് വിചാരിക്കണം നമ്മള്. അത്രയേ ഉള്ളൂ. നൂറ പറഞ്ഞതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും. ഈ പുള്ളിക്കാരത്തി പറയുന്ന വാക്കുകൾ ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, വളരെ കറക്റ്റായിട്ടും വളരെ പവർഫുള്ളും ആയിട്ടുള്ള വാക്കുകളാണ് നൂറ സംസാരിക്കുന്നത്. ചില കാര്യങ്ങളിനകത്തോട്ട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അതായത് അനീഷിനെ പോലെയുള്ള ഒരു ജെന്യുവനായിട്ടൊരു ആളെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെ കിട്ടാനാണ് ഏറ്റവും കൂടുതൽ പാഠം. എന്തായാലും അനുമോൾക്ക് അത് മനസ്സിലായില്ല, അത്രയേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.